കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മറൈൻ പാർക്ക് കണ്ടല്ലോ, അത് ബാങ്കോക്കിൽ തന്നെയാണ്. പിന്നെ രാത്രിയിലാണ് നമ്മൾ ഹോട്ടൽ മൻഹാട്ടനിലെത്തിയത്. അവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെയാണ് ഇത് കാണുന്നത്. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. മൻഹാട്ടൻ്റെ റൂംസൊക്കെ നല്ലതായിരുന്നു. ഒരു വലിയൊരു ബെഡും അതിൻ്റെ കൂടാതെ ഈ പറഞ്ഞ പോലെ സൈഡായിട്ടൊരു ചെറിയൊരു സോഫ മാതിരിയുള്ളത് ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഇത് എനിക്കിത്തിരി നല്ലതായിട്ട് തോന്നി, നല്ലതായിരുന്നു. നൈറ്റിൽ നമ്മൾ ഹോട്ടലിലെത്തിയതിന് ശേഷം നമ്മളൊന്ന് പുറത്തൊക്കെ ഇറങ്ങി അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത്. നൈറ്റ് മാർക്കറ്റാണിത്. ഇതുപോലെ തന്നെ കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ കഴിക്കാനുള്ള ഇഷ്ടംപോലെ ഫുഡ്. പക്ഷേ നമുക്ക് പറ്റിയതൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ കണ്ടില്ലേ, ഇങ്ങനത്തെയൊക്കെയുള്ള കുറേ ഫുഡുകളാണ് അവിടെ ഉള്ളത്. നമുക്കത്ര വലിയതായിട്ട് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. കണ്ടില്ലേ, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തേളിനെയും അങ്ങനെയൊക്കെ ഉള്ളതിനെയൊക്കെയാണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് പിന്നെ കുറച്ചേണ്ടൊക്കെയോ പർച്ചേസ് ചെയ്തു. അങ്ങനെ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചിങ്ങി പോരുമായിരുന്നു. ഈ സ്റ്റിക്കി റൈസ് ഒന്നും വലിയ കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ഇതിലെ കുഞ്ഞാനൊക്കെ ഉണ്ടോ, ഇങ്ങനത്തെയൊക്കെ ഉള്ളത് 1-2 ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് നമ്മുടെ ഹോട്ടലിനകത്ത് തന്നെ ഒരു കൊറിയൻ ഫുഡിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പം ഒരു റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിള്ളേർക്കൊരു ആഗ്രഹം കൊറിയൻ ഫുഡ് കഴിക്കണമെന്ന്. അങ്ങനെ എൻ്റെ ദൈവമേ, ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സീവീഡൊക്കെയാണ് കേട്ടോ. സീവീഡൊക്കെ നല്ല ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇത് നല്ല ചൂട്, ഇത് ഫ്രൈഡ് റൈസ് മാതിരി ഏതാണ്ടൊക്കെയാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് കഴിക്കാം. ഞാൻ ആദ്യം വിചാരിച്ചു ചിലപ്പോൾ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഇത് കണ്ടോ മോനെ, ഇതിൻ്റെ സത്യം പറഞ്ഞാൽ പോർക്കിൻ്റെയാണ് അവിടെ എല്ലാം തരുന്നത്. നമ്മൾ പോർക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ബീഫിൻ്റെയാണ് നമ്മൾ പ്രിഫർ ചെയ്തത്, വാങ്ങിച്ചത്. ലെറ്റൂസിൽ ഇതുപോലൊക്കെ എല്ലാം അവിടെ റാപ്പ് ചെയ്ത് ഇതുപോലൊക്കെ കഴിക്കണം. ഇതൊക്കെയാണ് എൻ്റെ രീതി. പിന്നെ അടുത്തത് കാണുന്നത് കൊറിയൻ ചിക്കനാണ്. അത് നല്ല രുചിയുണ്ടായിരുന്നു. ഇത്തിരി ഒരു സ്പൈസി ആയിരുന്നു, എങ്കിലും നല്ലതായിരുന്നു. പിന്നീട് ഇത് കാണിക്കുന്നത് മൻഹാട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണല്ലോ, ആ ഒരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു കാണുന്നത്. ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാൻ പാകത്തിന് ഇഷ്ടം പോലെ എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ജ്യൂസും കാര്യങ്ങളും രാവിലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ കോഫി ചായ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കോഫിയും ടീയും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടത്തിന് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും കിട്ടാത്ത ഒരു സംഭവം ഉണ്ട്, ഞാൻ പറയാം പിന്നീട്, ഇതൊക്കെ വഴിയേ പറയാം. ഒരു ചായ കുടിക്കാൻ കഷ്ടപ്പെട്ട കാര്യം. ഇത് തിരക്കേടില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നമുക്ക് അത്യാവശ്യം ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം നമ്മൾ ബുദ്ധയുടെ ഒരു ടെമ്പിളിലോട്ടാണ് പോയത്. കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഗോൾഡൻ ടെമ്പിൾ എല്ലാം ഈ ഗോൾഡൻ ടെമ്പിൾ എന്നാണ് പറയുന്നത്. അവിടുത്തെ വലിയൊരു ഫേമസ് ബുദ്ധയുടെ ടെമ്പിളാണ്. പക്ഷേ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല. 1-2 ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ വീഡിയോ അവർക്ക് നമ്മൾ എടുക്കാൻ പാടില്ല. ഇത് ഞാനിപ്പോൾ മേളിലോട്ട് ആ ഒരു സ്റ്റെപ്പ് കയറി പോവുകയാണ് അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ, കണ്ടു നോക്കിക്കോളൂ. ഇത് പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ, നമുക്ക് അകത്തെടുക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശരിക്കും ഇത് യഥാർത്ഥ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ബുദ്ധയുടെ വിഗ്രഹം. ഇനി അതുകൊണ്ടാണോ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതെന്നറിയില്ല. ഇതുപോലൊക്കെ ഓരോരുത്തരൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലും അവർ വഴക്ക് പറയും നമ്മളെ. പിന്നെ ഇത് പുറത്തിറങ്ങിയപ്പോൾ ഉള്ള ഇങ്ങനെ വിൽക്കാൻ നമ്മൾ സെയിലിന് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളാണ് ഇതൊക്കെ, ബുദ്ധയുടെ ടെമ്പിൾ. ഇതിൻ്റെ ചുറ്റിനുമൊക്കെ ഉള്ള നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പുറത്തൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോ എടുക്കുന്നതിനോ ഫോട്ടോ എടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല. പിന്നെ നല്ല എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ നല്ല പച്ചിപ്പാണ് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ വരുന്നതുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ആൾക്കാരിങ്ങനെ, ഇഷ്ടംപോലെ വിസിറ്റേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കണ്ടില്ല, നല്ല നീറ്റുമാണ് കേട്ടോ. അതാണ് അവരുടെ പ്രത്യേകത. എല്ലായിടത്തും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇതൊക്കെ കണ്ട് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഓരോരുത്തരത്ത് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ബുദ്ധമയമാണ് കേട്ടോ, ഫുള്ള് ബുദ്ധമയമാണ്. ഇങ്ങനെ ഓരോന്ന് ചുറ്റുപാടുമുള്ള കുറേ എൻ്റെ രസകരമായിട്ടുള്ള ഇതൊക്കെ എന്തോ അതിൻ്റെ കൺസെപ്റ്റ് എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ല ബ്യൂട്ടിഫുള്ളാക്കി വെക്കാൻ വേണ്ടി ആയിരിക്കണം. എല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു. ഈ കാഴ്ചകളൊക്കെ കണ്ട്
ഇത് കണ്ടില്ലേ, ഇതും ഒരു ബുദ്ധയുടെ തന്നെയാണ്. ഇതിനകത്ത് എല്ലാവരും ഇതിനകത്ത് വന്ന് പ്രാർത്ഥിക്കാൻ ഇങ്ങനെയൊക്കെ നല്ല കാം ആൻഡ് ക്വയറ്റാണ്. പ്രാർത്ഥിക്കേണ്ടവർക്കൊക്കെ നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇത് സ്ലീപ്പിംഗ് ബുദ്ധ എന്ന് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ കിടക്കുന്നൊരു ബുദ്ധ. ഇത് നമ്മൾ നേരത്തെ ഒരെണ്ണത്തിനകത്ത് കണ്ടില്ലേ, അതുപോലൊക്കെ ഇത് വലിയൊരെണ്ണമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം, ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ, പിറ്റേ ദിവസത്തിനാണ് ഈ ഒരു കാഴ്ചകളൊക്കെ കാണിക്കുന്നത്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്നുണ്ട്. പിന്നെ അന്ന് തന്നെ നമ്മൾ ഒരു ജംസിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലോട്ട് പോയി. ആ ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മളീ പറഞ്ഞ പോലെ ആഭരണങ്ങളൊക്കെ ഇടുവാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഒന്നും അവരെന്താ ചെയ്യുന്നത്, എന്താണ് അവർ ഒരു ആഭരണം ആക്കാൻ വേണ്ടി എന്തുമാത്രം അവർ കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ ഉള്ളത് കാണണമെങ്കിൽ ഈ ഒരു വീഡിയോ ഇങ്ങനെയൊക്കെ ഉള്ളത് കാണണം കേട്ടോ. ഇതൊക്കെ ഉണ്ട്, അവൻ്റെ മോതിരമൊക്കെ ആക്കി എടുക്കുകയാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി ഇതിനകത്തോട്ട് ഈ പറഞ്ഞ പോലെ ഇതൊന്നും കുഴപ്പമില്ല വീഡിയോ എടുക്കുന്നതിന്. അകത്ത് ഒരു വലിയൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ. ആഭരണങ്ങളുടെ ഒരു വലിയ കളക്ഷൻ അവരുണ്ടാക്കുന്നതിൻ്റെയൊക്കെ അതിനകത്തുനിന്ന് നമുക്ക് വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. അവിടെ ചെന്നപ്പം ഏതായാലും പിള്ളേർ രണ്ടുപേരോടെ എനിക്കൊരു സിൽവറിൻ്റെ മോതിരത്തിൽ ഡയമണ്ടിൻ്റെ കല്ലുമൊക്കെ വെച്ച ഒരു മോതിരം എനിക്ക് വാങ്ങിച്ചു തന്നു. അവർ രണ്ടുപേരൂടെ വാങ്ങിച്ചു തന്നതാണ്. അതിൻ്റെ ഒരു നല്ല രസമുണ്ട് ആ ഒരു മോതിരം. അങ്ങനെ അവരൊരു ഗിഫ്റ്റായിട്ട് എനിക്കത് വാങ്ങിച്ചു തന്നു. ഇതൊക്കെ മോതിരമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊക്കെ മഞ്ഞളിച്ച് പോകും, അതുപോലുണ്ട്. ഗോൾഡും സിൽവറും ഒക്കെ ആയിട്ട്. ഗോൾഡിൻ്റെ ഇപ്പോൾ വില അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഗോൾഡിലോട്ടൊന്നും പോയില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ പിള്ളേർ എന്തോ അധ്വാനിക്കുന്നതെന്നുള്ള നമുക്കറിയാമല്ലോ. അതിനനുസരിച്ചിട്ട് വേണമല്ലോ അവർ പറയുവാണെങ്കിൽ തന്നെ നമ്മൾ വാങ്ങിക്കാനായിട്ട്. ഇതൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ വെച്ച് ഞാൻ നിർത്തി. ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ബാങ്കോക്കിൻ്റെ പിന്നെ പുറത്തോട്ടുള്ള ഒരു കാഴ്ചകളാണ്. ഞാനിതുവരെ അങ്ങനെയുള്ള ഒരു വീഡിയോ എടുത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ അതൊന്ന് അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നെടുത്താണ്. കണ്ടില്ലേ, തായ് മസാജ് എല്ലായിടത്തും ഉണ്ട്, ഒരു മസാജിങ് സെൻറ്ററും കാര്യങ്ങളും. ഇതുപോലെ തന്നെ അവിടുത്തെ ഒരു സുപ്രധാന ഒരു സൂപ്പർ മാർക്കറ്റ് എല്ലായിടത്തും ഉണ്ട്. 7-Eleven എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് എല്ലായിടത്തും ഉണ്ട്. അത് വലിയൊരു അനുഗ്രഹം കേട്ടോ. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ആ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോയാൽ മതി. മുക്കിലും മുന്നിലും മിക്കവാറും 1 കിലോമീറ്റർ അകലത്തിൽ തന്നെ ഇതെല്ലാം നമുക്ക് കിട്ടുമായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തനി കേരളമാണെന്ന് പറയത്തുള്ളൂ. അന്ന് രാത്രി നമുക്കൊരു ഡിന്നർ ക്രൂയിസ് ഉണ്ടായിരുന്നു. അത് പിന്നെ എന്താണ്, ചൗ ഫ്രായ റിവർ, അങ്ങനെ എനിക്കറിയത്തില്ല കറക്റ്റ്, ഞാൻ പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയത്തില്ല കറക്റ്റ് അതാണോ എന്നുള്ളത്. അങ്ങനെ ഒരു ക്രൂയിസ് യാത്രയും അവിടെ വെച്ചൊന്ന് ചെയ്തു. രസമായിരുന്നു. ഇതുപോലെ വലിയൊരു ഷിപ്പിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ കയറ്റി ഈ പറഞ്ഞ പോലെ നമ്മൾ പക്ഷേ കുറച്ച് ലേറ്റായി കേട്ടോ. കുറേ നേരം അവിടെ നിന്നു. ഒരു 7-8 മണിയായി നമ്മളവിടെ കയറിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂറോളം, എനിക്ക് തോന്നുന്നൊരു 10:30 ആയെന്ന് തോന്നുന്നു നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ. അതിനകത്ത് നമുക്ക് ഫുഡൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാട്ട്, ഡാൻസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓവറോൾ കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. അങ്ങനെ ആയിരുന്നു അന്നത്തെ ബാങ്കോക്കിൽ അന്നത്തെ ഒരു ദിവസം. ഇതൊക്കെ തന്നെയായിരുന്നു കാഴ്ചകൾ. കണ്ടില്ലേ, ഈ ഒരു വലിയ കപ്പലിനകത്തുള്ള കാഴ്ചകളാണ്. ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ചുറ്റുപാടും അവർ ആ ഒരു എന്താ റിവറിൽ കൂടെ നമ്മളെ അത്രയും ഒന്ന് ചുറ്റിയടിച്ച് കൊണ്ടുവരും. ആ സമയം കൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഈ പറഞ്ഞ പോലെ അതിനകത്ത് തന്നെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. ഫുഡൊക്കെ അൺലിമിറ്റഡ് ആയിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കഴിക്കാനെടുത്ത സാധനങ്ങളാണ്. ഇതൊക്കെ തന്നെയായിരുന്നു ഇവിടുത്തെ സ്പെഷ്യാലിറ്റി.
your hand and reach you to the slow as the music dies. Something in your eyes goes to my the silver screen and told it's a goodnight. I'm never gonna tell us again. Guilty feet I'm cold, no reader. Though it's easy to pretend, I know you're not a fool. I should have known better than to cheat a friend and waste your chance at home and kingdom. So I never got this again. I can't read it. അപ്പോൾ ഈ രാത്രിയിലുള്ള ഈ ക്രൂയിസ് കഴിഞ്ഞതോടുകൂടി നമ്മുടെ തായ്ലൻഡിൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും പിറ്റേന്ന്, അതായത് ഇത് രാത്രി നമ്മളൊരു 11 മണിയൊക്കെ ആയി തിരിച്ച് ഹോട്ടലിലെത്തി എത്തിയപ്പം. പിറ്റേന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡനാങ്ങിലോട്ട് പോകണം. അപ്പം അതായത് വിയറ്റ്നാം, നമുക്ക് വിയറ്റ്നാം ഉണ്ട് ഇനി ഒരു 5 ദിവസം കൂടെ. അപ്പം വിയറ്റ്നാമിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് ഈ പറഞ്ഞ പോലെ. ഇവിടെ ബാങ്കോക്കിൽ ആകപ്പാടെ 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു തായ്ലൻഡ് വ്ളോഗ് അടിപൊളിയായിട്ട്, തായ്ലൻഡ് കാഴ്ചകളൊക്കെ മനോഹരമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം.